ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിൽ ഫ്രാൻസ് അപാര കളിയാന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇട്ട് ഇന്നത്തെ കളിനെ റഫറിനെ പറ്റി ഒന്നും പറയാനില്ലേ, അർജന്റീനയുടെ മാത്രമേ പറയുള്ളൂ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എവിടെയാണ് റഫറിയുടെ മിസ്റ്റേക്ക് അത് നിങ്ങൾ പറ. കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, ഒന്ന് ഹാൻഡ് റാബിയോട്ടിൻ്റെ ഹാൻഡ് ബോൾ പറഞ്ഞു വരുന്നുണ്ട്. അതൊരിക്കലും ഹാൻഡ് ബോൾ അല്ല. അത് നിങ്ങൾ പറഞ്ഞു വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 വർഷം കൂടുമ്പോൾ വേൾഡ് കപ്പ് വരില്ലേ, അന്നേരം മാത്രം ഫുട്ബോൾ കാണുന്നതിൻ്റെ പ്രശ്നമാണ്. ഫുട്ബോൾ ഡെയിലി കാണുന്ന ഒരു ഫുട്ബോൾ ഫാനും അത് ഹാൻഡ് ബോളാന്ന് പറയൂല. പണ്ടത്തെ റൂൾ പ്രകാരം അത് ഹാൻഡ് ബോളാണ്. പണ്ട് എങ്ങനെ കൈയ്യട്ടിയാലും ഹാൻഡ് ബോൾ വിളിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അല്ലടാ, അത് ഡെലിബറേറ്റ്ലി ഹാൻഡ് അല്ല. റാബിയോട്ടിൻ്റെ മൂവ്മെൻറ്റിൽ വരുന്ന റിയാക്ഷനാണ് ആ കൈ. അതൊന്നും ഒരിക്കലും ഹാൻഡ് കൊടുക്കില്ല. ഈ വേൾഡ് കപ്പിൽ തന്നെ ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പറയില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എംബാപ്പയ്ക്ക് കിട്ടിയ പെനാൽറ്റി, അതെന്തിനാണ് പെനാൽറ്റി കൊടുത്തത്, എംബാപ്പ ഡൈവിങ് അല്ലേ എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിന് ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്നറിയോ, ഈ മൊറോക്കോയുടെ പ്ലെയർ സ്ലൈഡിങ് ടാക്കിളാണ് ചെയ്യുന്നത്. സ്ലൈഡിങ് ടാക്കിളിൽ ബോളില്ല, ഫ്രെയിമിൽ ബോളില്ലാതെ ഇപ്പോൾ എംബാപ്പനെ നേരെ വന്നാൽ പിന്നെ എംബാപ്പ എന്താ ചാടി കിടക്കണം. ഇത് ഹഡിൽസ് ഒന്നുമല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പറയില്ല. ബോളിന് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത് 100% പെനാൽറ്റി കൊടുക്കാൻ പറ്റില്ല. ഇത് 50-50 ചാൻസാണ്, 50-നെക്കാട്ടി കൂടുതൽ ചാൻസാണ് പെനാൽറ്റിക്ക്. അതുകൊണ്ടാണ് പെനാൽറ്റി കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും പറയില്ല. കാര്യമായിട്ടുള്ള വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.